ഇവിടുന്ന് തന്നെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പറയും അയാളെ റോഡ് പണിത് പന്ന പണിയാന്ന് പറയും. ഒരു മാസം എടുത്തൊന്ന് ഉരുകി ശരിയാവാനായി. അതിനിടയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അത് നിങ്ങൾ എങ്ങനെ ശരിയാക്കി? എഞ്ചിനീയർ വരും, ശരിയാക്കിയതിനു ശേഷം വണ്ടി വിടും. ഒരു പിണക്കവും വരും. ഇത് നാടിന്റെ പ്രശ്നമാണ്, നാട്ടുകാർ പറയും. എന്റെ കുഴപ്പമാണ്, ഈ വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല. പക്ഷെ ഇത് ദ്രോഹമാണ്. നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നത്, ഈ റോഡ് എത്ര നാൾ എങ്ങനെ നശിച്ചു കിടന്നാണ്? എന്ത് പാടുപെട്ടിട്ട് ആരുടെ കാല് പിടിച്ചാണ് ഇത്രയും പൈസ അനുവദിച്ചുകൊണ്ടൊന്ന് പണിതത്? അപ്പൊ തന്നെ പൊട്ടിച്ചു കളഞ്ഞാൽ നിങ്ങളെ വീട്ടുവാതൊക്കെ തന്നെ പൊട്ടിച്ചു കളഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് ശരിയാണ്. എഞ്ചിനീയർ വന്ന് കണ്ടില്ല? എഞ്ചിനീയർ വന്നോ? ശരിയായി. നിങ്ങളെ ശരിയാക്കിയ ശേഷം എഞ്ചിനീയർ വന്നത് പറയുന്നത് ശരിയാക്കും. ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി തരാം. ഉണ്ട്. അത് ശരിക്കോ മുന്നോട്ട് വരണം. പണി തീരാടങ്ങുന്ന ഇതിന്റെ പണി തുടങ്ങും. ഇനി ഇടുന്നത് ഈ ചതുപ്പ് മാറ്റിയിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങ് ഇട്ട് അടയ്ക്കാം, മതിൽ പോലെ ചെയ്യാവുന്നതാണ്. കനാല് തൊട്ട് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കടശ്ശേരിക്ക് വരുന്ന ആ വഴിയുടെ സൈഡിലെല്ലാം ഒരു സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ശല്യമില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇടാനായിട്ട് DFO സമ്മതിച്ചിട്ടുണ്ട്. അത് മാറ്റം വരുന്നു. ദൂരം അത് തന്നെ. നിലവിൽ കോടിക്കണക്കിന് രൂപയുടെ സോളാർ വെയിൽ കടശ്ശേരി മേഖലയിൽ മാത്രമുണ്ട്. അപ്പോൾ അവസാനമായിട്ട് 18 ലക്ഷം രൂപയുടെ തൂക്ക് സൗരവേലി എലപ്പക്കോട് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അത് ആ ഇട്ട് 5 മാസമായിട്ടും അതിൻ്റെ അകത്ത് സോളാർ കണക്ഷൻ കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, തൂക്ക് കമ്പികൾ മുഴുവൻ തുരുമ്പിച്ച് തുരുമ്പെടുത്ത് മറുപടി പറയാം. അത് നമ്മൾ പോയി കണ്ടു. ഈ തൂക്ക് കമ്പിയാണ് ഇപ്പോൾ വളരെ ശാസ്ത്രീയമായിട്ടുള്ളത്. വടക്കൻ ജില്ലകളിലും വയനാട്ടിലൊക്കെ അത് ഫലപ്രദമാണ്. നമുക്ക് ഈ തടയെന്നുള്ള പുല്ല് വലിയ തട്ടുകയൊന്നുമില്ല. ആന പെട്ടെന്ന് ഏതെങ്കിലും ശരീരത്തിന് ഏതെങ്കിലും ഭാഗം തട്ടിയാൽ അടിക്കും. ആ തൂണിലും കറണ്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇട്ട സാധനത്തിന് കുഴപ്പമുണ്ട്. ആർട്ടിസാൻസ് കോർപ്പറേഷനാണ് ജയിപ്പിച്ചത്. ആദ്യം കെല്ലുകാർ വന്നു, അവരെടുക്കാൻ തയ്യാറായില്ല. അവർ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ രണ്ടാമത്തെ ടെൻഡറിൽ വന്ന ഇവരെ വിളിച്ച് ഏൽപ്പിച്ചു. അപ്പോൾ അറിയാത്ത പണിയാണ്. അവർ തടിപ്പണിയുന്ന ആൾക്കാരാണ്. അവർ ആ തടിപ്പണിയെ വഴി കൊടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ മാറ്റിയിട്ട് ഇപ്പോൾ കോൺട്രാക്ട് നേരിട്ട് വന്നിട്ട് തിങ്കളാഴ്ച മുതൽ വർക്ക് ആരംഭിക്കും. അപ്പോൾ ആ മെറ്റീരിയൽ ശരിയല്ല എന്ന് മനസ്സിലായിട്ട് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ട് തന്നെ നിർത്തിവെച്ചു. അവർ നിർത്തിവെച്ചത് കാരണം ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് മെറ്റീരിയൽ തുരുമ്പെടുക്കുന്നു എന്നുള്ള കാര്യം ഉല്ലാസ് പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർക്ക് അത് മനസ്സിലായി അവിടെ സ്റ്റോപ്പ് ചെയ്തു. അവരെ വർക്ക് അവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വേറൊരാളെ കൊടുത്തിരിക്കുകയാണ്. വേറെ കോൺട്രാക്ട്. ഇപ്പം നിലവിലുള്ള വേരുകൾ മുഴുവൻ പ്രവർത്തനരഹിതമായി കിടക്കും. അത് വേറെ ഇതൊന്നും വെച്ച് പറയല്ല. അത് വേണമെങ്കിൽ നേരിട്ട് ശ്രദ്ധയിൽപ്പെടുത്താം. ഭയങ്കരമായ എല്ലാ ദിവസവും ആന ഇറങ്ങി